ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ. പോകാം നമുക്ക് വീഡിയോയിലോട്ട്. പാത്രത്തിനകത്തോട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അതൊരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഒരു പാത്രത്തിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, അത് പിരിയ മുളകിൻ്റെ പൊടി. അത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി തന്നെ എടുത്താൽ മാത്രം മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂണ് റവ. നമ്മൾ റവ ഇടുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവയും കൂടി ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ഇടാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കട്ടകളൊന്നും കെട്ടാതെ തന്നെ കുഴച്ചെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം പുരട്ടിയിട്ട് അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് ചെയ്യാം, അല്ലാതെ വേണമെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് ശേഷം ചെയ്യുന്നതാണ് കുറച്ചുകൂടി മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കും. അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. ഒരു പാനിനകത്തോട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ, നിങ്ങൾക്ക് ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതെ, വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോവാതെ വീഡിയോയുടെ താഴെ ഫോളോ എന്ന് കണ്ടോ? ഫോളോ ആണോ ഫോളോയിങ് ആണോ? ഫോളോ ആണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. തുടർന്നുള്ള എൻ്റെ വീഡിയോകളൊക്കെ കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണേ. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കിട്ടുന്ന രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കോളിഫ്ലവർ കഴിക്കാത്തവരാണെങ്കിൽ പോലും കഴിച്ചിരിക്കും. ഒരു തവണയെങ്കിലും ഇതേപോലെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി കഴിച്ച് നോക്കുക. ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കി ഉടനെ തന്നെ കഴിക്കാൻ നോക്കുക. ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എന്നോട് പറയുക. തുടർന്നുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.